Hi dears, welcome to Tools Academy. അപ്പോൾ ഏവർക്കും ടോസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് HSST കൊമേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. HSST കൊമേഴ്സിന്റെ മിഡ് ടേം എക്സാമിനോടനുബന്ധിച്ച് മൊഡ്യൂൾ 5ൽ നിന്നുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ വീഡിയോസ് ആദ്യാവസാനം വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ചോദിക്കുക. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. അപ്പോൾ അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് റെഫേഴ്സ് ടു ദി എമൗണ്ട് ബൈ വിച്ച് സെയിൽസ് റവന്യൂ ക്യാൻ ഫോൾ ബിഫോർ എ ലോസ് ഈസ് ഇൻക്വയർഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. That means the amount by which company sale can drop before company start incurring loss. അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ സെയിലും ആക്ച്വൽ സെയിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് ബ്രേക്ക് ഈവൻ സെയിലിനേക്കാൾ അധികമായിട്ട് ആക്ച്വൽ സെയിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ ലോസ് ഉണ്ടാകുന്നില്ല, അതുപോലെ പ്രോഫിറ്റ് ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്ന വരുമാനം, അതായത് ഏർണിങ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് എക്സ്പെൻസിനെ മാത്രം കവർ ചെയ്യുന്ന ഒന്നാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിലിനേക്കാൾ എബോവ് ആയിട്ടുണ്ടാകുന്ന സെയിലാണ് മാർജിൻ ഓഫ് സേഫ്റ്റി ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി ആണ് സെയിൽസ് റവന്യൂ ക്യാൻ ഫോൾസ് ബിഫോർ എനി ലോസ് ഇൻക്വയർഡ് എന്നുള്ളതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Under ABC analysis, material are classified on the basis of, അതായത് ABC analysis എന്ന് പറയുമ്പോൾ ഓൾവേസ് ബെറ്റർ കൺട്രോൾ ആണ്. ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേം ആണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ABC അനാലിസിസ് മെത്തേഡ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻവെന്ററീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. Under ABC method, material control, the material are classified according to the value. അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വാല്യൂ ആണ്. പിന്നെ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഇമ്പോർട്ടൻസ് ടു പ്രൊഡക്ഷനും ഉണ്ട്. പക്ഷേ കറക്റ്റ് ആൻസർ വാല്യൂ ആണ്. മെറ്റീരിയലിന്റെ വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ആൻഡ് ABC അനാലിസിസ് സജസ്റ്റ് ദാറ്റ് ദ ഇൻവെന്ററീസ് of the organization are not of equal value. Thus, inventory is grouped into 3 categories A, B and C in order their estimate the importance. അപ്പം അതായത് ഒരു ഓർഗനൈസേഷനിലെ ഇൻവെന്ററീസിനെല്ലാം ഈക്വൽ വാല്യൂ അല്ല, അവയെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. A, B and C എന്നുള്ളൊരു ഓർഡറിലാണ്. അപ്പോൾ A കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇൻവെന്ററീസ് ആണ് ഏറ്റവും പ്രയോറിറ്റി ഉള്ളതും വാല്യൂ ഉള്ളതും. അതിനേക്കാൾ കുറച്ച് കുറവാണ് B കാറ്റഗറിയിൽ ഉൾപ്പെട്ടത്. ഇനി C കാറ്റഗറി എന്ന് പറയുന്നത് ഏറ്റവും ചീപ്പസ്റ്റ് വാല്യൂ ഉള്ള മെറ്റീരിയൽസ് ആണ് C കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. Which method of costing is used in undertaking like electricity, gas, supply and hospitals? അപ്പോൾ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, സപ്ലൈ ആൻഡ് ഹോസ്പിറ്റൽസിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റിംഗ് മെത്തേഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് കോസ്റ്റിംഗ് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും കസ്റ്റമേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുമാത്രവുമല്ല, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലത്തെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് പ്രത്യേകിച്ചും ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളവ. A variable such as activity that causes cost over a given time is answer cost driver ആണ്. കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഫാക്ടർ അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഇപ്പൊ ടോട്ടൽ കോസ്റ്റിനെ ചേഞ്ച് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കോസ്റ്റ് ഡ്രൈവർ ആണ്. ഇറ്റ്സ് എ വേരിയബിൾ സച്ച് ആസ് ആക്ടിവിറ്റി ദാറ്റ് കോസസ് കോസ്റ്റ് ഓവർ ദ ഗിവൺ ടൈം. When actual loss in the process is greater than estimated normal loss. അതായത് സാധാരണഗതിയിലുള്ള ലോസിനേക്കാൾ അധികമാണ്
ആക്ച്വൽ ലോസ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ലോസിനേക്കാൾ അധികമാണ് ആക്ച്വൽ ലോസ് എന്നുണ്ടെങ്കിൽ ഈ ലോസിനെയാണ് അബ്നോർമൽ ലോസ് എന്ന് കണക്കാക്കുന്നത്, അഥവാ അബ്നോർമൽ പ്രോസസ് ലോസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ if the unit of loss in the production process are more than the loss, the difference in the two abnormal losses, difference between two is the abnormal losses. അതായത് ആക്ച്വൽ ലോസും നോർമൽ ലോസും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ അബ്നോർമൽ ലോസസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു വിച്ച് ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്. അപ്പൊ മൊഡ്യൂൾ 5 ഒരു പ്രോബ്ലം ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ടൈം തന്നിട്ടുണ്ട്, ആക്ച്വൽ ടൈം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റേറ്റ് പെർ അവർ തന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോൾസി പ്രീമിയം പ്ലാൻ അനുസരിച്ചിട്ടുള്ള വേജസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. അപ്പോൾ ഹോൾസി പ്രീമിയം പ്ലാനകത്ത് പ്രധാനമായിട്ടും എടുക്കുന്നത് ആക്ച്വൽ അവറും റേറ്റ് പെർ അവറും സ്റ്റാൻഡേർഡ് അവറും സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിലുള്ള കമ്പാരിസന്റെ ഒരു 50% കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ഒരു കാൽക്കുലേഷൻ വരുന്നത്. അപ്പൊ ഇതിന്റെ ഫോർമുല വന്നിട്ടെന്ന് പറയുന്നത് ടോട്ടൽ ഏർണിംഗ്സ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ അവർ ഇൻറ്റു റേറ്റ് പെർ അവർ പ്ലസ് 50% ഓഫ് സ്റ്റാൻഡേർഡ് അവർ മൈനസ് ആക്ച്വൽ അവർ ഇൻറ്റു റേറ്റ് പെർ അവർ ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വരും. 14 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് വന്നിട്ട് ₹20 ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 12, ഫിക്സഡ് കോസ്റ്റ് 8000. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോർമുല വന്നിട്ട് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിനോടൊപ്പം കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഫോർമുലയിലേക്ക് ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഈസ് എ പാർട്ട് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് variance which is due to the difference between standard quantity and actual quantity is used. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് വേരിയൻസ് അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പോൾ വേരിയൻസ് അനാലിസിസിനകത്ത് പ്രധാനമായിട്ടും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ വേരിയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വന്നിട്ടെന്ന് പറയുന്നത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വേരിയൻസിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് that is due to the difference between standard quantity and actual quantity used. It's calculated by subtracting actual quantity of material used from the standard quantity specified for the production and then multiplying the result of standard purchase price. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു മൊഡ്യൂൾ 5 നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല ഇതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസും ഈ ഒരു പോർഷൻസിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഓൾ ദി ബെസ്റ്റ്.